ഹായ്, ഞാൻ ഉണ്ണികൃഷ്ണൻ. സ്റ്റോക്ക് ഇൻവെസ്റ്റർ UK എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. അപ്പോൾ ഇന്ന് ചൊവ്വാഴ്ച മാർച്ച് 12. എല്ലാ ചൊവ്വാഴ്ചയും നമ്മളൊരു ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ സ്ട്രാറ്റജി സീരീസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ചൊവ്വാഴ്ചയും ഒരു സ്ട്രാറ്റജി എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു തരാം. അതുകൂടാതെ ഇന്നും ഒരു സ്ട്രാറ്റജി ചെയ്യുന്നുണ്ട്. അത് ബാങ്ക് നിഫ്റ്റിയിലാണ്. അതും ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ഇന്നത്തെ മാർക്കറ്റിനെ കുറിച്ചൊന്ന് നോക്കാം. നിഫ്റ്റി 22,335 എന്ന നിലയിൽ ഫ്ലാറ്റായിട്ടാണ് ക്ലോസ് ചെയ്തത്. ബാങ്ക് നിഫ്റ്റി ആകട്ടെ 47,282 എന്ന നിലയിൽ 45 പോയിൻ്റ് താഴെയാണ് ക്ലോസ് ചെയ്തത്. മിഡ് ക്യാപ് 100 ഇൻഡെക്സ് 1.4% താഴെയും സ്മോൾ ക്യാപ് 100 ഇൻഡെക്സ് ഏകദേശം 2% താഴെയാണ് ക്ലോസ് ചെയ്തത്. അപ്പോൾ ഈ മാർക്കറ്റിൽ നിഫ്റ്റി ഫ്ലാറ്റ് ആണെങ്കിൽ കൂടി സ്മോൾ ക്യാപ്പിലും മിഡ് ക്യാപ്പിലും ഉണ്ടായ കറക്ഷൻ ആൻഡ് വളരെ ഭയാനകമായ കറക്ഷനായിരുന്നു. പല സ്റ്റോക്കുകളും നല്ല രീതിയിൽ ഹെവി ആയിട്ട് 5%, 10%, 15%, 20% ഒക്കെ കറക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാർക്കറ്റിൻ്റെ നിഫ്റ്റിയുടെ ലെവൽ നോക്കിയിട്ട് മാർക്കറ്റിനെ നമുക്ക് വിലയിരുത്താൻ പറ്റില്ല. അതുകൂടാതെ ബ്രോഡർ മാർക്കറ്റിലുള്ള അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോ വളരെ മോശമായിരുന്നു. NSEയിൽ 1929 സ്റ്റോക്കുകൾ താഴെ ക്ലോസ് ചെയ്തപ്പോൾ വെറും 324 സ്റ്റോക്കുകൾ മാത്രമേ മുകളിൽ പോയിട്ടുള്ളൂ. സുഹൃത്തുക്കളെ, കഴിഞ്ഞ ആഴ്ച ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ആരൊക്കെ കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. കാരണം ഒരു മേജർ കറക്ഷൻ മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും വരാനുള്ള സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ എൻ്റെ മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലുമുള്ള എല്ലാ പോർട്ട്ഫോളിയോ സ്റ്റോക്കുകളും 1.5 വർഷമായി ബിൽഡ് ചെയ്ത സ്മോൾ ക്യാപ്പ് സ്റ്റോക്സിൻ്റെ പോർട്ട്ഫോളിയോ 80% സ്റ്റോക്സ് ഞാൻ വിറ്റിരുന്നു. വിറ്റ ഉടനെ തന്നെ എനിക്ക് തോന്നി അത് നിങ്ങളുമായി ഷെയർ ചെയ്യണമെന്ന്. പക്ഷേ എനിക്കറിയില്ലായിരുന്നു നിങ്ങളത് എങ്ങനെ എടുക്കും എന്ന്. കാരണം മാർക്കറ്റിനെ പ്രെഡിക്റ്റ് ചെയ്യുക എന്നുള്ള ഈസി ആയിട്ടുള്ള കാര്യമില്ല. അത് ശരിയായിക്കൊള്ളണമെന്നുമില്ല. അപ്പോൾ ഇപ്പോൾ ശരിയായിച്ചിട്ട് എപ്പോഴും ശരിയായിക്കൊള്ളണമെന്നുമില്ല. അങ്ങനെയാണ് അത് നിങ്ങൾ കണ്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ നെസ്ലയിലെടുത്ത സ്ട്രാറ്റജി ഇതായിരുന്നു. നെസ്ലെ മാർച്ച് ഫ്യൂച്ചർ 2,567 രൂപയ്ക്ക് വാങ്ങിക്കുകയും ഹെഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് 2,600 പുട്ട് 66 രൂപയ്ക്ക് വാങ്ങിക്കുകയും ചെയ്തിരുന്നു. ഇനി ആ ദിവസം നെസ്ലെ ക്ലോസ് ചെയ്ത് എങ്ങനെയാണെന്ന് നോക്കാം. നെസ്ലെ ക്യാഷ് മാർക്കറ്റിൽ താഴെ ക്ലോസ് ചെയ്തപ്പോൾ ഫ്യൂച്ചറും താഴെ വന്നു. ഫ്യൂച്ചർ 2,553 എന്ന നിലയിൽ ക്ലോസ് ചെയ്തു. അപ്പോൾ ഫ്യൂച്ചർ താഴെ വന്നപ്പോൾ അതിൻ്റെ പുട്ടിൻ്റെ വില കൂടിയിട്ട് 76.65 ആയി. അപ്പോൾ ടോട്ടൽ അന്നത്തെ നോഷണൽ ലോസ് 1,300 രൂപയായിരുന്നു. അപ്പോൾ നമുക്ക് ഒരു കവറുള്ള കാരണം ലോസ് ബുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, സ്റ്റോപ്പ് ലോസ് അടിച്ചു പോവില്ല. ഇതാണ് അതിൻ്റെ അഡ്വാൻറ്റേജ്. ഇനി രണ്ടാമത്തെ ദിവസം എന്തായി എന്ന് നമുക്ക് നോക്കാം. രണ്ടാമത്തെ ദിവസം നെസ്ലെ ക്യാഷ് മാർക്കറ്റിൽ 2,533 ആയി താഴെ വന്നു. അപ്പോൾ ഫ്യൂച്ചർ 2,549 എന്ന നിലയിലെത്തി. നമ്മൾ വാങ്ങിച്ച പുട്ട് ഫ്യൂച്ചറിൽ 7,200 നഷ്ടം വന്നു. നമ്മൾ വാങ്ങിച്ച പുട്ട് 78.40 ആയി. അതിൽ 4,940 രൂപ ലാഭം കിട്ടി. അപ്പോൾ അങ്ങനെ ടോട്ടൽ നമ്മുടെ ലോസ് അന്നത്തെ ദിവസം 2,200 രൂപയ്ക്ക് അടുത്തായി. മൂന്നാം ദിവസം നെസ്ലെ ക്യാഷ് മാർക്കറ്റിൽ ഒരു ബൗൺസ് തന്നിട്ട് 2,560 രൂപ വരെ പോയി. അപ്പോൾ നമ്മുടെ ഫ്യൂച്ചർ 2,567 ആയി. 2,600 പുട്ട് 62 രൂപയായി. അപ്പോൾ അങ്ങനെ ടോട്ടൽ നമുക്ക് പുട്ടിലൊരു ലോസ് വന്നു, പ്രോഫിറ്റിൽ 20 രൂപ ലാഭം കിട്ടി. ടോട്ടൽ ലോസ് 1,640 രൂപയായി. ഫോർത്ത് ട്രേഡിംഗ് ഡേ നെസ്ലെ വീണ്ടും കുറച്ചുകൂടി മുന്നോട്ട് പോയി. 2,600 ക്യാഷ് മാർക്കറ്റിൽ എത്തിയപ്പോൾ ഫ്യൂച്ചർ 2,611 ആയപ്പോൾ നമ്മൾ ട്രേഡിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. വാങ്ങിച്ചിരുന്ന പുട്ടും നമ്മൾ സ്ക്വയർ ഓഫ് ചെയ്തു. അങ്ങനെ മൊത്തത്തിൽ നമുക്ക് 7,140 രൂപയാണ് പ്രോഫിറ്റ് കിട്ടിയത്. അപ്പോൾ ഇത് ചെയ്യാനുള്ള കാരണം നെസ്ലെ ഒരുപാട് താഴ്ത്തു പോയി. 2,520 വരെ പോയപ്പോൾ നമുക്ക് ലോസ് ഈ പുട്ട് ഉണ്ടായിരുന്നില്ലെങ്കിൽ ലോസ് 18,000 രൂപ പോയേനെ. അപ്പോൾ നമ്മളത് ഒന്നുകിൽ സ്റ്റോപ്പ് ലോസ് ഇട്ടാവും, അല്ലെങ്കിൽ നമ്മൾ വിറ്റേനെ. പുട്ടിൻ്റെ പ്രൊട്ടക്ഷൻ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഫ്യൂച്ചർ ഹോൾഡ് ചെയ്യാൻ കഴിഞ്ഞതും പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ കഴിഞ്ഞതും. സുഹൃത്തുക്കളെ, ഇതൊരു ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല. ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ വളരെ റിസ്കി ആയിട്ടുള്ളൊരു ബിസിനസ്സാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫ്യൂച്ചറിൻ്റെ ഓപ്ഷൻ പഠിച്ചിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് ചെയ്യാതിരിക്കുക. ഇത് ഓൾറെഡി ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ള സ്ട്രാറ്റജിയാണ്. റിസ്ക് മാനേജ് ചെയ്യാനുള്ള സ്ട്രാറ്റജി മാത്രമാണ്. ഇന്നത്തെ സ്ട്രാറ്റജി ബാങ്ക് നിഫ്റ്റിയിലാണ്. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ എൻ്റെ വ്യൂ ബുള്ളിഷാണ്. പക്ഷേ ബുള്ളിഷ് എന്ന് പറഞ്ഞാൽ 100% ബുള്ളിഷ് ആണോ? അല്ല. 75% ബുള്ളിഷും 25% കറക്ഷൻ സാധ്യതകളും കാണുന്നു. അതുകൊണ്ട് ഞാൻ എടുത്ത സ്ട്രാറ്റജി ഒരു ഡീപ്പ് ഇൻ ദ മണി കോൾ വാങ്ങിക്കുകയാണ് ചെയ്തത്.
46,000 കോള് വാങ്ങിക്കുകയും 1,706 രൂപയ്ക്ക് വാങ്ങിക്കുകയും 47,500 ഇൻ ദ മണി പുട്ട് വാങ്ങിക്കുകയുമാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ സ്ട്രാറ്റജിയിൽ നമുക്ക് വരാവുന്ന മാക്സിമം ലോസ് 13,000-അടുത്താണ്. മാക്സിമം പ്രോഫിറ്റ് അൺലിമിറ്റഡുമാണ്. അപ്പോൾ മുൻപ് പറഞ്ഞ പോലെ എല്ലാ ദിവസവും ഈ സ്ട്രാറ്റജി ഒന്ന് നോക്കി പഠിക്കുക. എല്ലാ ദിവസവും മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം നോക്കുക, എന്താ പ്രൈസ് മൂവ്മെൻ്റ് ഒക്കെ എന്താ ഉണ്ടായതെന്ന് നോക്കുക, ചെക്ക് ചെയ്യുക, പഠിക്കാൻ ശ്രമിക്കുക. അടുത്ത ആഴ്ച വീണ്ടും കാണാം. ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അടുത്ത ആഴ്ചത്തെ വീഡിയോയിൽ എക്സ്പ്ലനേഷൻ തരാം. അതുകൂടാതെ ഒരു കാര്യം പ്രത്യേകം പറയുകയാണ്. അതായത് നിങ്ങൾക്ക് ഏതെങ്കിലും സ്റ്റോക്കിൻ്റെ സ്ട്രാറ്റജി വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെസ്സേജ് ചെയ്യുക. അതായത് എൻ്റെ ഫേവറേറ്റ് സ്റ്റോക്ക് ഇതാണ്, ഇത് ഐ ആം ബുള്ളിഷ് ഓൺ ഇറ്റ് ഓർ വെരി ബുള്ളിഷ് ഓൺ ഇറ്റ്, അതർവൈസ് ഐ ആം ബെയറിഷ് ഓൺ ഇറ്റ്, വെരി ബെയറിഷ് ഓൺ ഇറ്റ്. ഇത് ഇങ്ങനത്തെ കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ നിഫ്റ്റി ആയാലും ശരി, ബാങ്ക് നിഫ്റ്റി ആയാലും ശരി, സ്റ്റോക്സ് ആയാലും ശരി, അതിൻ്റെ ഒരു സ്ട്രാറ്റജി എനിക്ക് ശരിയാണെന്ന്, ആ സ്റ്റോക്കിൻ്റെ മൂവ്മെൻറ്റ് ശരിയാണെന്ന് തോന്നിയാൽ അതിലൊരു സ്ട്രാറ്റജി ഉണ്ടാക്കി നിങ്ങൾക്ക് നൽകുന്നതാണ്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്ര മാത്രമേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ്.